ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് നമ്മൾ ലാമർ ബീച്ചിലേക്കാണ് പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സജിൽ അങ്ങോട്ട് വെള്ളം വാങ്ങാൻ വേണ്ടി കടയ്ക്ക് വേണ്ടി പോയിരിക്കണം. അപ്പോൾ ലാമർ ബീച്ചിൽ നല്ല അടിപൊളി കാഴ്ചകളും കാണാൻ പോകുന്നത്. ഗായ്സ് ചൂടാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. അതുകൊണ്ടാണ് ഗ്ലാസ് എല്ലാം വെച്ചിട്ടുള്ളത്. നിങ്ങൾ നമ്മൾ ആ ഒരു ഇതൊന്നും വിചാരിക്കേണ്ട. അപ്പോൾ അതുകൊണ്ടാണ് ആ ഇൻട്രോയിൽ ഗ്ലാസ് എല്ലാം വെച്ചിട്ടുള്ളത്. ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിടുത്തം വിട്ട ചൂടാണ് ഇവിടെ. അപ്പോൾ ലാമർ ബീച്ചിലത്തെ കാഴ്ചകൾ നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ പോയിന്നുണ്ടല്ലേ വീഡിയോസ് എടുക്കണമെന്നെല്ലാം നമ്മൾ അവിടുത്തെ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചിട്ട് നമ്മൾ വീഡിയോസ് ഒരുവിധം കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരാം. പിന്നെ നമ്മൾ പോകുന്ന ബസ്സിലാണ്. ഇവിടുന്ന് 8 നമ്പർ ബസ് ഉണ്ട് ഭാരതപ്പുഴയിൽ. അപ്പോൾ അതൊന്നും എടുക്കില്ല. ലാമർ ബീച്ചിൽ പോയിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾ കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുന്നതിനെ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, തുടർന്നുള്ള കാഴ്ചയിലേക്ക് നമുക്ക് കിടക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് വന്നത് ഇതാ ഇവിടുന്ന് കേട്ടോ. അതിന് കുറച്ച് അപ്പുറത്ത് ബസ് സ്റ്റോപ്പ് ഉണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് നമ്മൾ ഇങ്ങനെ ഇതിൽ ഇങ്ങനെ പോവാം കേട്ടോ. അപ്പോൾ അതാ സജിൽ അങ്ങോട്ട് നടന്ന് ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ അവിടെ നമുക്ക് വന്നിട്ട് ആ ഭാഗത്ത് നിന്ന് വരുമ്പോൾ സൂര്യൻ അവിടെ നിന്നാണ്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറവെല്ലാം ഉണ്ടാവും. നമുക്കിങ്ങനെ പതുക്കെ വെറുതെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഇങ്ങനെ പോകാം. ഗൈസ്, ഇതൊക്കെ ഇവിടുത്തെ കാഴ്ചകളാണത്. ഇത് നല്ലൊരു VIP ഏരിയ തന്നെയാണ് കേട്ടോ. ഈ ഭാഗത്തു നിന്നാണ് ശരിക്കും പറയാന്നുണ്ടെങ്കിൽ ബീച്ചിൻ്റെ ആ ഒരു തുടക്കം എന്ന് പറയുന്നത്. ജുമേരയുടെ ഒരു എൻട്രി എന്നാണ് ഈ ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് തുടക്കം. പിന്നെ അങ്ങനെ ഒരുപാട് ബീച്ചുകളുണ്ട് കേട്ടോ. ലാമർ ബീച്ച്, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പോയത് സ്കൈഡേ ബീച്ച്, അങ്ങനെ ജുമേറ എത്തുന്നവർക്ക് ഒരുപാട് ബീച്ചുകളുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ പോകാം. ഗൈസ്, ഇവിടെ എല്ലാം കംപ്ലീറ്റ് വില്ലകളാണ്. അറബികളതും ഉണ്ട്, പിന്നെ യൂറോപ്യൻസാണ് ഈ ഭാഗത്ത് കൂടുതലും താമസിക്കുന്നത്. അങ്ങനെയുള്ള കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ പോവാം. ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മൾ നടന്ന് കിടന്നിട്ടേ ഇങ്ങനെ ഇതാ ഈ ഒരു സെൻറ്ററിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരുത്തന്നെ സൈക്കിളും അങ്ങനെ പെട്ടച്ച് പോകണട്ടാ, അടിച്ച് ഇതാ അടിപൊളിയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പ്ലഗ് അതിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ക്രോസ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഒരു റൗണ്ട് ഓപ്പോട്ടാണ് ഉള്ളത്. ആൾക്കാർ ഇതവിടെ സൈക്കിളും എല്ലാം ഇങ്ങനെ പോണ്. അപ്പോൾ ഇതാണ് ഫ്ലാഗിൻ്റെ അവിടെ അടുത്ത് പോയിട്ട് ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് വീഡിയോസ് കാണിച്ചു തരാം. ഗൈസ്, പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ദുബായിലെ ഓരോ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം വേണ്ട നമുക്ക് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ സീബ്ര ലൈന് ക്രോസ് ചെയ്ത് വന്നപ്പോൾ കണ്ടില്ല, ഇവിടെ ഇങ്ങനെ ഒരു മരത്തിൻ്റെ ഒരു ഇതിങ്ങനെ സ്ക്വയർ പോലെ വെച്ച് അതിനെ ഒരു ബെൽറ്റിൽ ഇങ്ങനെ ഘടിപ്പിച്ചിട്ട് ഒരു സ്റ്റൈലാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പല ഭാഗത്തും ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് പല സംഭവങ്ങളും ഇങ്ങനെ നമ്മൾ അതിശയിക്കുന്ന പല സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതൊക്കെയാണ് ടൂറിസ്റ്റ് വരുന്ന ഒരു ഏരിയ ആയതുകൊണ്ടും ടൂറിസ്റ്റുകൾക്ക് ആകർഷിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഗൈസ്, നമ്മൾ ബീച്ചിലേക്ക് ഇങ്ങനെ എൻ്റർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഗൈസ്, അപ്പോൾ ലാമർ ബീച്ചിൻ്റെ ആ ഒരു ലാമർ സെൻറ്ററിൽ നിന്നുള്ള ആ ഒരു ഇതെല്ലാം ഇവിടെ കാണാം. അത് കഴിഞ്ഞിട്ടുണ്ടാൽ നമുക്കിത് ഇവിടെ റൗണ്ട് ഓപ്പട്ടാണ്. ഈ റൗണ്ട് ഓപ്പിൻ്റെ അവിടെ നിന്ന് നമ്മളിങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ തുടക്കമായി ബീച്ച്. ഇവിടെ നമ്മളെ ഫ്ലാഗ് ഉള്ളത് കണ്ടില്ലേ, ക്ലാരിറ്റി അങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ഇവിടുത്തൊക്കെ പോയിട്ട് കാഴ്ചകൾ ഒരുപാട് കാണാനുണ്ട്. ഗൈസ്, പിന്നെ ഈ ഭാഗത്തുനിന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് വില്ലകളാട്ടോ, വില്ലകൾ തന്നെയാണ് വില്ലകൾ. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ചെടികളെല്ലാം നമ്മളെ നാട്ടിലത്തെ ഇവിടെ കടപ്പുറത്തും എല്ലാം ഉണ്ടാവുന്ന ആ വള്ളികളൊക്കെ തന്നെയാണ് ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. ഉടുമ്പൻ വള്ളി എന്നല്ല നമ്മളവിടെ പറയും, പല രാജ്യത്തും പല പേരാവും. അപ്പോൾ നമുക്ക് ഇതാ ഇവിടെ അങ്ങനെ ഒരു സീബ്ര ക്രോസ് ഉണ്ട്. ആ സീബ്ര ക്രോസ് ചെയ്യുന്നിടത്തോളം ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടാകണ്ടില്ലേ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പല വ്യത്യസ്തമായ രീതിയിലാണ് ഇങ്ങനെ അവിടെ പല സ്ഥലത്തും ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ അവിടെ ഇരിക്കാൻ വേണ്ടി ഇരിപ്പിടം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതും മരത്തിൻ്റെ തന്നെ കേട്ടോ, മരത്തിൻ്റെ പീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടിരിക്കണതിനാണ്. കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് കണ്ട അടിപൊളിയായിട്ട് ഇങ്ങനെ നല്ല ഒരു ഇതിൽ അങ്ങനെ വ്യത്യസ്തമായ രീതിയിലാട്ടോ ഓരോ ഭാഗങ്ങളും ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് വേസ്റ്റ് ഇടാനുള്ള ബോക്സാണ്. ആ വേസ്റ്റ് ഇടാനുള്ള ബോക്സിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത് നോക്കിയാൽ അടിപൊളിയല്ലേ. കണ്ടാ, അതിൽ സിഗരറ്റ് വലിച്ചിട്ട് ഇടാനുള്ളത് വേറൊരു ഭാഗത്ത്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇങ്ങനെ പാർക്കിങ്, ഇരിക്കാനുള്ള സൗകര്യങ്ങൾ അതെല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മൾ കൊടിമരത്തിൻ്റെ ആ ഒരു ഇതാണ് കാണുന്നത് കേട്ടോ. കൊടിമരത്തിൻ്റെ ഇത് ഞങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്ന് വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഗൈസ്, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫ്ലാഗിൻ്റെ ആ ഒരു ഇത് കണ്ടില്ലേ, ഏറ്റവും വലിയ ഫ്ലാഗ് അത്. അതിങ്ങനെ പാറി നിൽക്കുന്നുണ്ട് കാറ്റിന്. ഓക്കെ, ഇതെല്ലാം നമ്മളെ ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്നിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ആ ഒരു ഫ്ലാഗാണിത്. നമ്മളിവിടെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ എത്തിയിട്ടുള്ളത്. ഗൈസ്, സജിൽ അങ്ങോട്ട് എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനും വ്ളോഗ് ചെയ്യാനാണ്. അപ്പോൾ ഞാനും അങ്ങനെ രണ്ടാളും സംസാരം
അതിൽ ഇതാവേണ്ടെന്ന് വെച്ചിട്ട് അവൻ കുറച്ച് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് മാറി നടക്കും. ഇവിടെ എല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ബോട്ട് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്ന രീതിയിലാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാ കണ്ട അവിടെ അങ്ങനെ പല രീതിയിലും നല്ല അടിപൊളിയായിട്ടാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഗൈസ്. അപ്പോൾ ഇതാ ലാമർ ബീച്ചിൻ്റെ ഏകദേശം ഭാഗത്തേക്കൊക്കെ നമ്മൾ എത്തിയിട്ടുള്ളത്. അങ്ങനെ എല്ലാ കാഴ്ചകളും കണ്ടിട്ടൊക്കെ നമുക്കിങ്ങനെ പോവാം ഗൈസ്. ഈ ഭാഗത്തു നിന്നൊക്കെ കാണുന്നത് ഫുള്ള് കടകൾ തന്നെ കേട്ടോ. കംപ്ലീറ്റ് ഷോപ്പിംഗ് സെൻറ്ററുകളാണ് ഇവിടെ എല്ലാം കാണുന്നത്. പിന്നെ ഇതാ ഇവിടെ അടിപൊളിയായിട്ട് ഇതാ ഒരു വെള്ളം അങ്ങനെ ചാടുന്ന രീതിയിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അടിപൊളിയായിട്ട് കിട്ടാം. ഇവിടെ ഇങ്ങനെ വണ്ടി ഇങ്ങനെ വന്നിട്ട് ഇതായി പോകുന്നൊരു ഭാഗമാണ്. അപ്പോൾ അവിടെ ഈ വെള്ളം ചാടുന്ന രീതിയിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും അടിപൊളിയായിട്ടാണ് കാണാൻ. അങ്ങനെ ഓരോ ഭാഗത്തും ആൾക്കാർക്ക് അട്രാക്ഷമായ രീതിയിൽ ഇങ്ങനെ ഓരോന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇവിടെ നമുക്ക് കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഇങ്ങനെ പോവാം. വാവ്, അടിപൊളിട്ടാ. നമ്മളിതേ ഇങ്ങനെ വന്നിട്ട് ലാമർ ബീച്ചിൻ്റെ ആ ഒരു ഷോപ്പിംഗ് സെൻറ്ററൊക്കെ ഉള്ള ആ ഭാഗത്തിൻ്റെ എൻട്രിക്ക് ഇങ്ങനെ കടന്നിരിക്കുകയാണ്. ഈ നടപ്പാതയിൽ ഒരു റെയിലിൻ്റെ ഒരു രീതിയിൽ ഇങ്ങനെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. റെയിലിൻ്റെ ആ ഒരു കമ്പി പോലെ. അതിവിടെ റെയിലിന് എന്താണ് സംഭവം ഞാൻ ഇതുവരെ അങ്ങനെ ട്രെയിൻ ഇതിൻ്റെ ഓട്ടമൊന്നും കണ്ടിട്ടൊന്നുമില്ല. അതിനൊരു സ്റ്റൈലിന് വേണ്ടി സെറ്റ് ചെയ്താണെന്ന് അറിയില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് മ്യൂസിക്കുകളെല്ലാം ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴത് സമയമായിട്ടില്ല. നമ്മളിപ്പോൾ 5:30 ആവാൻ പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളൂ. ഇവിടെ 5:30 എത്തണുള്ളൂ. അവിടെ എന്തോ ഒരു ബീച്ചിൻ്റെ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്കിങ്ങനെ നടക്കാം. അത് കഴിഞ്ഞാൽ ബീച്ചിലേക്ക് ഇറങ്ങും. ബീച്ചിൽ നമുക്ക് വീഡിയോസ് എടുക്കലെല്ലാം നമുക്ക് കുറവ് തന്നെ ആവട്ടാ ഗൈസ്. അപ്പോൾ അതെല്ലാം കൊണ്ട് അടിപൊളിയാണ് ഇവിടുത്തെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഗൈസ്. അങ്ങനെ നമ്മൾ നടന്നു വന്നപ്പോഴാണ് ഗൈസ് ഈ ഒരു കാഴ്ച കണ്ടത്. പഴയ ഒരു വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിലിറ്ററിക്കാരൊക്കെ ഉപയോഗിച്ചതാണെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു വണ്ടിയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കണ്ടില്ല, അടിപൊളി. സജിലിത അതിൻ്റെ അടുത്തെല്ലാം എന്നിട്ട് ഭയങ്കര വീഡിയോസ് ഉണ്ടാക്കിയിട്ടാ. പിന്നെ ഈ കാണുന്നത് ഒലിവിൻ്റെ മരം കേട്ടോ. വലിയ മരം അങ്ങനെ കൊടുന്നിട്ട് നാട്ടി അതിനെ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് ഇവരിവിടെ ഒലിവിൻ്റെത്. ഈ വണ്ടി എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. അടിപൊളി, ഒരു രസമല്ല. അങ്ങനെ പല രീതിയിലും നമുക്കിങ്ങനെ ഇവർ സെറ്റ് ചെയ്തുള്ള കാണാൻ ഭയങ്കര രസട്ടാ ഗായ്സ്. അങ്ങനെ നമ്മൾ നടന്നു വന്നപ്പോഴാട്ടോ ഈ ഒരു കാഴ്ച കണ്ടത്. നമ്മളിതാ ലവറിൻ്റെ ആ ഒരു ഇതുണ്ടായിട്ടുണ്ടാവുള്ള ഇതില്ലേ, അതിന് ഇതാ ഈ ഒരുമ്മൽ പൂട്ട് ഇട്ടിട്ട് ഇങ്ങനെ പോകുന്ന ആ ഒരു സംഭവം, അതാണ് ഇവിടെ ഈ കാണുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് എന്ന് പറയുമ്പോൾ ഇതങ്ങനെ ആയിട്ടെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്കിങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് പോവാം. എല്ലാം കൊണ്ട് അടിപൊളി, സൂപ്പർ ഗൈസ്. അങ്ങനെ നടന്നു വരുമ്പോഴേട്ടാ നമ്മൾ ഈ ഒരു കാഴ്ച കണ്ടത്. ഇതെന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ആ ഒരു പാൻറ് ഇട്ടിട്ട് ഇതാക്കി വെച്ചിട്ടുള്ളത് കണ്ടില്ല. അതിലൊരു ചെടിയും വെച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാം കൊണ്ട് അടിപൊളി. അങ്ങനെ നമുക്ക് വ്യത്യസ്തമായ രീതിയിലട്ടാ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഗൈസ്. കാണാൻ മാത്രമേ രാത്രി വന്നിട്ടുണ്ടായാലും ഫുൾ കളർഫുൾ തന്നെ ആവട്ടെ അവിടെ. പിന്നെ ഇരിക്കാനുള്ള ഇരിപ്പടങ്ങൾ അതെല്ലാം മരത്തിൻ്റെ സംഭവങ്ങൾ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കണ്ടോ. അതെല്ലാം അടിപൊളിയാണ്. അങ്ങനെ ബീച്ചിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോകണം. അവിടെ പോയിട്ട് നമ്മൾ വീണ്ടും തിരിച്ചിങ്ങോട്ട് തന്നെ വരാമെന്നാണ് സജിൽ പറയുന്നത്. ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള കാണാൻ ഭയങ്കര ലുക്കാട്ടാ ഗൈസ്. ആ ബീച്ചാണ് കാണുന്നതല്ല, അവിടെ ഉണ്ട് ബീച്ച്. ഇതവിടെ ഇങ്ങനെ ആൾക്കാർ വന്നു തുടങ്ങണുള്ളൂ അല്ലേ. രാത്രി ഈ ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയാണ് ഇവിടെ മെയിൻ കൂടുതലായിട്ട് ആൾക്കാർ. നേരെ പോയേക്കല്ലേ നമുക്ക് ഗൈസ്. അപ്പോൾ ഇതാ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വന്ന്. ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതൊരു സംഭവമാണ്. ഇത് അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. നമ്മളെ നാട്ടിലത്തെ പഴയ കാലത്തെ പൈപ്പ് ഉണ്ടല്ലേ, ചാമ്പ് പൈപ്പ് എന്നെല്ലാം പറയില്ലേ, അതെല്ലാം സെറ്റ് ചെയ്തിരിക്കണം. എനിക്ക് തോന്നുന്നു ഇവിടെ ചിലപ്പോൾ ഇങ്ങനെ വെള്ളം വാട്ടർ ഫ്ലോ എല്ലാം ഉണ്ടാകും. അതെല്ലാം ഇപ്പോൾ ക്ലോസ് ആകും. രാത്രിയാകും ചിലപ്പോൾ അതെല്ലാം ഓപ്പൺ. അപ്പോൾ കണ്ടിട്ട് അങ്ങനത്തെ ഒരു ലുക്കിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്തായാലും അടിപൊളി. രാത്രി നമ്മൾ ഇവിടെ മുമ്പ് വന്നിട്ടുള്ളതാണ് കേട്ടോ. രാത്രി കാണാൻ ഒരു രസമില്ലാത്ത കാഴ്ചയാണ് ഇവിടുത്തത്. ഭയങ്കര വൈബാണ്. പിന്നെ ഈ ഭാഗത്ത് ഫോട്ടോഷൂട്ടെല്ലാം നടക്കാറുണ്ട് കേട്ടോ. ഒരുപാട് ഫോട്ടോഷൂട്ടെല്ലാം നടക്കുന്നൊരു ഏരിയയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഇതിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഒലിവിൻ്റെ മരങ്ങൾ കേട്ടോ. പിന്നെ പഴയ രീതിയിലാണ് ഇവിടുത്തെ എല്ലാ സെറ്റപ്പും എന്ന് പറയുന്നത്. ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്, പഴയ രീതിയിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ബീച്ചിലേക്കുള്ള എൻട്രൻസ് കേട്ടോ. ഇത് നേരെ പോകുന്നത് ബീച്ചിലേക്കുള്ള എൻട്രൻസാണ് ഇനി ഇവിടെ കിട്ടുന്നത്. ഇവിടെയും ഒരുപാട് സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഗൈസ്. കാണാൻ മാത്രമുണ്ട്. സജിൽ ഇവിടെ ഇങ്ങനെ ഇതൊക്കെ ഇറങ്ങി നടക്കുന്നു. ഇതെല്ലാം കണ്ടെയ്നറുകൾ വെച്ചിട്ടാണ് കൂടുതലും പണിതിട്ടുള്ളത്. അങ്ങനത്തെ ആ ഒരു സ്റ്റൈലിലൊക്കെയാണ്. സജിൽ ഇത് അതിൻ്റെ ഉള്ളിലേക്കെല്ലാം പോകണ്ടിട്ടാ. കാഴ്ചകൾ കണ്ടു കിടക്കാൻ ഒരുപാടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയിലാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അടിപൊളി.
ഗൈസ് അപ്പോൾ ലാമർ ബീച്ചിൻ്റെ അവിടേക്ക് എത്തിയിട്ടുള്ളതാണ് ഈ കാണുന്നത്. ബീച്ചാണ് ഈ കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വീഡിയോ എടുക്കണതിനെല്ലാം ഒരു പരിധി ഉണ്ട്. നമ്മൾ അതിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ നോക്കിയിട്ടാണ് വീഡിയോസ് എടുക്കുള്ളൂ. ഗൈസ് അങ്ങനെ ബീച്ചിലെ ആൾക്കാർ കുളിക്കുന്ന കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. എന്തായാലും അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു ബോട്ട് ഇതവിടെ ഇങ്ങനെ വന്നിട്ട് മറിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടി സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഒരു ബോട്ട് ഇങ്ങനെ മറിഞ്ഞ രീതിയിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമുക്കിങ്ങനെ പതുക്കെ പോവാം. ഓക്കെ, ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ. പുറത്തും ബീച്ചിൻ്റെ അടുത്തൊക്കെ ആയിട്ടും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. പിന്നെ ഈ ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഷോപ്പുകൾ, ഷോപ്പിംഗ് സെൻറ്ററിലുള്ള ബീച്ചാണ് ഈ ബീച്ച്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്കിങ്ങനെ പതുക്കെ നടക്കാം. ഓക്കെ, ഫോട്ടോ എടുക്കണം. ഈ സാധനം വേണ്ടി ഫോട്ടോ എടുത്താൽ നമുക്ക് ഗൈസ്. അപ്പോൾ ആ കാണുന്നത് കേട്ടോ ബീച്ചിൽ അതൊക്കെ കണ്ടിട്ട് നമ്മളിതാ ഒന്നുകൂടി സൂം ചെയ്ത് കാണിച്ചു തരാം. അവിടെ ഒരുപാട് പേര് കുളിക്കുന്നുണ്ട് ഗൈസ്. പിന്നെ അവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മളവിടെ നിന്ന് ഇങ്ങനെ അവിടുത്തെ ബീച്ചിൽ നിന്ന് നമുക്ക് കുളിക്കാൻ ഇറങ്ങും കേട്ടോ. നമ്മളൊരു 6:30 നമ്മൾ കുളിക്കാൻ ഇറങ്ങുക. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ടല്ലോ. അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ വന്ന് ഈ ഭാഗത്ത് ഒരു ബോട്ടെല്ലാം മറിച്ചിട്ട പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ബോട്ടിൻ്റെ അവിടെ നിന്നിട്ട് സജിന് കുറച്ച് വീഡിയോസ് ഉണ്ടാക്കണം, ഫോട്ടോസ് എടുക്കണം, അതൊക്കെ ചെയ്യാണ്ട് നമുക്ക് കാഴ്ചകൾ ഒരുപാട് കാണാണ്ട് കേട്ടോ. നൈറ്റ് കാഴ്ചകൾ നമ്മൾ അത്രയും വരെ നിൽക്കുമെന്ന് അറിയില്ല. പറ്റുന്നുണ്ടെങ്കിൽ നൈറ്റ് കാഴ്ചകളും കാണിച്ചു തരാം. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. സജിൽ മൊത്തത്തിലെ സ്റ്റൈൽ മാറ്റിയിരിക്കണം, വേറെ ലെവല് ഗായ്സ്. അങ്ങനെ നമ്മൾ ലാമർ ബീച്ചിലുള്ളത്. ലാമർ ബീച്ചിലത്തെ കാഴ്ചകളും കാഴ്ച നിങ്ങൾ ഈ കാണുന്നത് കണ്ടില്ലേ. ഒരുപാട് പേര് കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. സൂര്യൻ താന്ന് വരുന്ന സമയം 6:30 ആയിട്ടാണ്. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ കുളിക്കാൻ ഇറങ്ങും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ അവിടെ ആൾക്കാർക്ക് എടുക്കാനുള്ള കണ്ടില്ല സംഭവങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം നമ്മൾ പൈസ കൊടുക്കണം കേട്ടോ. പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക. പിന്നെ സെക്യൂരിറ്റി ഗാർഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് കുളിക്കാനുള്ള ഷവർ വന്നിട്ട് ഇതേ ആ കാണുന്ന ചെറിയ വീടില്ല, അതൊക്കെ ഷവറുകളാണ്. അവിടെ പോയിട്ട് നമുക്ക് കടലിൽ നിന്ന് കയറി കുളിക്കുക. അത് കൂടാണ്ട് അപ്പുറത്ത് വേറെ ഉണ്ട്. അങ്ങനെ സംഭവങ്ങളെല്ലാം ഉണ്ട്. എല്ലാം കൂടെ അടിപൊളിയാണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളെ ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ടാ. ബീച്ചിൽ നിന്ന് നമ്മൾ കുളിച്ച് അല്ലതായിട്ട് ഒരുപാട് നേരം, ചുരുങ്ങിയത് 1 മണിക്കൂർ നേരം നമ്മൾ അവിടെ ബീച്ചിൽ കുളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നിന്ന്. അപ്പോൾ അതിന് ശേഷം നമ്മൾ തിരിച്ച് പോവാണ് ഗായ്സ്. അപ്പോൾ രാത്രിയായി, സമയം 8 മണിയാവാൻ പോകണം. നമ്മൾ തിരിച്ച് പോകാം കേട്ടോ. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ മാറ്റി വീണ്ടും കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ.